നല്ലൊരു നാടൻ വിഭവം നോക്കിയാലോ. നല്ല പോർക്കിറച്ചിയും ഇപ്പം നമ്മുടെ ഈ ഒരു കാലം കൂർക്ക നന്നായിട്ട് കിട്ടുന്നതാണല്ലോ. ഇപ്പോൾ നാടൻ കൂർക്കയൊക്കെ ചേർത്ത് പോർക്കും കൂർക്കയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വിഭവം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തത് പോർക്കിറച്ചി, ഏകദേശം 1 കിലോ പോർക്കിറച്ചിയാണ് മേടിച്ചിട്ടുള്ളത്. അത് നന്നായി നുറുക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാണ്. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൂർക്കയാണ്. കൂർക്ക നമ്മളിവിടെ 1/2 കിലോനോളാണ് എടുത്തത്. 1/2 കിലോ കൂർക്ക ക്ലീൻ ചെയ്ത് ചെറുതായി നുറുക്കി വെച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇനി കൂർക്ക കൂടുതൽ കണ്ടൻറ്റ് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്കിത് കൂട്ടി ചേർക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ 1 കിലോ പോർക്ക് ഇറച്ചിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂർക്കയുടെ അളവ് കൂട്ടാവുന്നതാണ്. മറ്റ് ഇതിൽ ചേർക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സാധനങ്ങൾ സവോളയാണ്. സവോള ഇതിലേക്ക് വേണ്ടത് 3 സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു 4-5 പച്ചമുളക് നീളത്തിലരിഞ്ഞ്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒപ്പം വെളുത്തുള്ളി ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ 2 ലീഫ് മറ്റേ വേപ്പില ആവശ്യത്തിന്. നമ്മളിവിടെ എടുത്തേണ്ടത് എത്രത്തോളം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് ആദ്യം വേണ്ടത്. ഇനി കറി പൗഡേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളിവിടെ നമ്മൾ സാധാരണ എടുക്കാറുള്ള പോലെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ. അതുപോലെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് നോർമൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മളിവിടെ ചേർത്തത് കുരുമുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ. അത് നമ്മൾ തന്നെ മിക്സിയിൽ പൊടിക്കുന്നതാണെങ്കിൽ ഒരു ക്രഷ് ചെയ്ത പോലെ ആയിരിക്കും. നമുക്കിവിടെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ തന്നെ. മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ. നമ്മൾ ഇറച്ചിയുടെ വിഭവങ്ങൾ വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. എന്താ നമ്മുടെ വയറിനൊന്നും യാതൊരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതാണെന്നറിയാലോ. അപ്പോൾ അത് കാരണം 1 ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വിഭവം ഉണ്ടാക്കുന്നത് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്ന് വെച്ചാൽ 2 തരത്തിൽ നമുക്ക് പോർക്കിറച്ചി വേവിക്കാനായിട്ട് എടുക്കാം. ഒന്ന് കുക്കറിൽ നമുക്ക് വേവിക്കാം, മറ്റൊന്ന് ചട്ടിയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ സമയം കൂടും. ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പോർക്കിറച്ചി വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. നമ്മളത് കാരണം തന്നെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് പാകം ചെയ്യുന്നത്. കുക്കറിലേക്ക് നമ്മുടെ പോർക്കിറച്ചി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളതിലേക്ക് ഇടണം. നമ്മളിവിടെ പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിന് ശേഷം ചേർക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന്. നമ്മളിവിടെ നേരത്തെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു, അപ്പോൾ അത് ചേർക്കുക. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് പോർക്കിറച്ചിയുടെ ഉപ്പിട്ടു. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പറഞ്ഞതിൽ പകുതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മുളക് പൊടി നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ടേബിൾ സ്പൂണായിരുന്നു. അതിൻ്റെ ഏകദേശം 3/4 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഈ കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് ചേർക്കുന്നത്. 1 തരി ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 തരി മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി മുഴുവൻ ഇട്ടിട്ടില്ല, അതിൻ്റെ പകുതി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പലതും ഇട്ടിട്ടുള്ളത്. നമ്മൾ മുളക് പൊടി നേരത്തെ 2 ടേബിൾ സ്പൂൺ പറഞ്ഞതിൽ ഏകദേശം 3/4 ടേബിൾ സ്പൂൺ ഇട്ടു. ഗരം മസാലപ്പൊടി 1 ടീസ്പൂണായിരുന്നു നമ്മൾ നേരത്തെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 1/2 ടീസ്പൂണാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഈ കറിയിലേക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി 1 ടേബിൾ സ്പൂൺ നമ്മളിതിൽ ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഈ ഇതിലേക്കെല്ലാം കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ്. വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ഒരു പൊടികളും ഉപ്പും എല്ലാം ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം, ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർക്കുന്നത്.
ഞാൻ പറഞ്ഞല്ലോ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞത്. ഇത് പോർക്കിറച്ചി ആയതുകൊണ്ട് ഇതിൽ നെയ്യിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ നെയ്യ് ഉരുകിയിട്ടും ഇതിൽ വെള്ളത്തോടൊപ്പം ചേരും. മാത്രമല്ല നമ്മളിതൊരു ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ വളരെയധികം ചാറുള്ള ഒരു കറി ആയിട്ടല്ല, ഒരു സെമി ഗ്രേവി ഡിഷായിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തേണ്ടത്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചു. ആ സ്റ്റൗവിൽ കുക്കർ വയ്ക്കുകയാണ്. കുക്കർ വിസിലിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. ഇതിൻ്റെ വേവ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ അത് കൂടാതെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേറൊരു 6 വിസിലും കൂടി നമ്മൾ അടിച്ചു. അപ്പോൾ അത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫോം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയധികം വെള്ളം ഉണ്ട് ഇതിൽ. നമ്മൾ നേരത്തെ 1/2 ഗ്ലാസ് അല്ലേ വെള്ളം വെച്ചേ, അത് ഏകദേശം ഇത്രയും വെള്ളമുണ്ട്. അതായത് ഇതിൻ്റെ നെയ്യ് ഉരുകിയിട്ട് തന്നെ ഇത്രയും വെള്ളം നമുക്കതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമുണ്ട്. ഇനി മാത്രമല്ല നമുക്ക് ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ കൂർക്ക ഇതിൽ ചേർത്തിട്ട് ഒരു 2 വിസിലും കൂടി നമുക്ക് അടിക്കണം. അപ്പോൾ വീണ്ടും വേവ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് കൂടാതെ നമ്മൾ മസാലയും ബാക്കിയുള്ള എല്ലാം ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കൂർക്ക ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേറെ ചേർക്കണം. ഇത് ഇനിയും ഉപ്പ് ചേർക്കണ്ട. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് പോർക്കിലേക്കുള്ള മാത്രം ഉപ്പായിരുന്നു. ഇനി ഇത് കൂർക്കയിലേക്കും ഉപ്പ് വേണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പിന്ന് കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ചേർത്തു. ഒരു 1/2 ടീസ്പൂണൊക്കെ വരില്ലേ? ഒരു 1/2 ടീസ്പൂൺ കൂടിയും അതുപോലെ കുരുമുളക് പൊടി, ബാക്കിയുള്ളത് മഞ്ഞൾപ്പൊടി, ബാക്കി നമ്മളൊരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. മുളക് പൊടിയുടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊണ്ട് നമ്മളതിലും ചേർത്തു. എന്നോട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, മനോജ് ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനല്ല കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ എൻ്റെ വൈഫാണ് ടോംസി. ഞാൻ വോയിസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് കുക്കർ വീണ്ടും അടച്ച് വെച്ച് 2 വിസിലും കൂടി കൊടുക്കാൻ പോകണം. അത് ലോ ഫ്ലെയിമിലാണ് ഫുൾ ഫ്ലെയിമിലാണ്? ഫുൾ ഫ്ലെയിമിൽ നമ്മളിത് 2 വിസിലും കൂടി കൊടുക്കാൻ പോകണം. അപ്പോൾ ഇത് നമ്മുടെ 2 വിസിലടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചട്ടി വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സവോളയും കാര്യങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന നേരം കൊണ്ട് എയർ പോയി സെറ്റായി കിട്ടും. ഇത് നമ്മുടെ ചട്ടി വെച്ചു. അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൽ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കാരണം വെച്ചാലേ നമ്മൾ പോർക്കിറച്ചിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യുള്ളത് കൊണ്ട് നെയ്യ് തന്നെ മതിയാവും അത് ബാക്കിയുള്ള എല്ലാം സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഇത് മതിയാവും. നാടൻ വെളിച്ചെണ്ണകൾ കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കായിരിക്കും ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതായിരിക്കും ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ഇത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലല്ലാണ്ട് നമ്മൾ ഇടുന്നത്, ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ മൂപ്പിക്കാനിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉരുളികളിൽ, ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഉരുളികൾ ഉപയോഗിക്കുമ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ കളറ് ബ്രൗണിഷ് കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേപ്പിലിട്ടു, നാടൻ വേപ്പില. അടുത്തത് പച്ചമുളക് നേരത്തെ അരിഞ്ഞു വെച്ചത്, അതുപോലെ സവോള, ഇട്ടു, പച്ചമുളക് ഇട്ടു. അപ്പോൾ പച്ചമുളകും സവോളയ്ക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഞാൻ നേരത്തെ 4 ടേബിൾ സ്പൂൺ പറഞ്ഞത് പോരാന്നാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാമെന്ന് പറയണം. നന്നായി സെറ്റാക്കി കൊടുക്കുക. ഇളക്കുമ്പേ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനത് വെറുതെ ഇങ്ങനെ ഇത്രയും ഇളക്കി കൂടുതലാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ പഠിച്ചത്. ഇളക്കിയാലാണ് കറക്റ്റ് മിക്സിങ്ങും ആ ടേസ്റ്റൊക്കെ കറക്റ്റ് ആവുള്ളൂ. അടി പിടിക്കുന്നില്ല. ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളാണ്. ഇപ്പോൾ ഈ ഷൂട്ടിങ്ങൊക്കെ ആയിട്ടിരുന്നപ്പോൾ കുക്കിങ് ഞാൻ നല്ല പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണത്തിന് മുതിർന്നു. അപ്പോൾ നമ്മൾ ഈ ആദ്യകാല പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പൊള്ളൽ കിട്ടില്ലോ. എനിക്കൊരു പൊള്ളൽ കിട്ടി കൈത്തണ്ടാമേ. അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം എത്തുന്നറിയില്ല. എന്തായാലും ടോംസിലോടെ എത്തുമെന്നറിയില്ല. ടോംസിക്കാണെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഹരമാണ്. നമ്മുടെ സവാളയും മുളകും സാധനങ്ങളൊക്കെ ഇട്ടത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേ നമ്മൾ മുളക് പൊടി കാര്യങ്ങളൊക്കെ ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, ബാക്കിയുള്ള എല്ലാ പൊടികളും ഇതിൽ മിക്സ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി ഒരു തരി ഉണ്ടായിരുന്നു, മസാലപ്പൊടി ഉണ്ടായിരുന്നു ഒരു തരി. അതെല്ലാം നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ പറഞ്ഞില്ലേ അതിൽ ഈ സമയങ്ങളിലൊക്കെ എടുത്ത എല്ലാ പൊടികളും കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ബാലൻസ് ഉണ്ടാകുന്ന എല്ലാ പൊടികളും ഇതിൽ കിട്ടും. മിക്സ് ചെയ്യായി. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ കുക്കറിലത്തെ സെറ്റായുള്ള കൂർക്കയും പോർക്കും കൂടി ഇതിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിൻ്റെ അംശവും നെയ്യൊക്കെ ചെല്ലുമ്പോൾ കറക്റ്റ് സെറ്റായി കിട്ടും. നമ്മൾ വിസിൽ നോക്കി, വിസിൽ എയറൊക്കെ പോയിട്ടുണ്ട്. ഇതേ നമ്മൾ ഇടാൻ പോവാണ്. വേവ് നോക്കിക്കോളും. ഇഷ്ടംപോലെ വെള്ളമായി എന്നുണ്ടല്ലേ. ഓക്കെ, കൂർക്കൻ്റെ വേവും പോർക്കിൻ്റെ വേവും ഒക്കെ ഓക്കെയാണ് എന്ന് പറയുന്നത്. അതും കൂടി ഇട്ടാൽ അടിപൊളി. ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാമെന്ന് പറയുന്നത്. ഇനി തീ കൂട്ടി വയ്ക്കാന്ന്. കിടക്കണ കടവ് കണ്ട്. ഇതിൽ 1/2 കിലോനെ കൂർക്ക ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂർക്കനെ കാണുന്നുള്ളൂ. കൂർക്ക എവിടെ പോയി? അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ 1/2 കിലോ കൂർക്കനെ ചേർത്താൻ വേണ്ടിട്ടാ, അല്ലെങ്കിൽ കൂർക്ക കയറിയെന്ന് പറയേണ്ടി വരും. ഇതിലേ പോർക്കിൻ്റെ വെള്ള നെയ്യായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കുറേ ഉരുകി. അതാണ് ഇത്രയധികം നമുക്ക് ഗ്രേവി കിട്ടിയത്. ഗ്രേവി കണ്ടോ? നേരത്തെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടത് വീണ്ടും നമ്മൾ കുറച്ചു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആ തിക്ക് ഗ്രേവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലോടും ലുക്കായിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴും ഉപ്പിൻ്റെ കുറവുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി കുരുമുളക് പൊടി ആവാന്ന് പറയുന്നത്. കുരുമുളക് പൊടി മതിയോ? ഇത് മസാലപ്പൊടി വേണം?
മസാലപ്പൊടി ഒരു തരി ചേർക്കുന്നുണ്ട്. അതായത് പോർക്കിൻ്റെ നെയ്യിൻ്റെ സ്മെല്ല് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പോളിങ് കുറവായിരിക്കും, കഴിക്കാനുള്ള പോളിങ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നതല്ലേ, എല്ലാവർക്കും കൂടി കൂടുതൽ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മസാലപ്പൊടി കൊണ്ട് ആവാന്ന് പറയുന്നത്. കുരുമുളക് പൊടി സ്പൈസി ആവുന്ന പറയുന്നത്. സെറ്റായിട്ടാ ഗ്രേവിയൊക്കെ ഒഴിച്ചു. അപ്പൊ അത് തെറ്റിയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നെയ്യിന്റെ ഒരു ഇത് അധികം വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഈ കറിയുടെ ഒരു ടിപ്പാണ് ഇപ്പോൾ ടോംസ് പറഞ്ഞത് കേട്ടോ. അതായത് കറിയിൽ നെയ്യ് കൂടുതലാണ് അല്ലെങ്കിൽ പോർക്കിൻ്റെ നെയ്യ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു കുഴി പോലെയാക്കുക, അതിന്ന് നെയ്യ് എടുത്ത് മാറ്റുക. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് അങ്ങോട്ട് പോകും. കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ എടുക്കുക, നെയ്യെടുത്ത് മാറ്റുക. ഒക്കെ നെയ്യിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതെടുത്തിട്ടാണോ പെരിയ ചേർക്കാറ്? ഇത് വേറൊരു ടെക്നിക്ക് കൂടി ചെയ്യൂട്ടാ. അതായത് ഈ പെരികൾ വെക്കില്ലേ, കുർക്കയായാലും കായായാലും ഈ കൊള്ളി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നെയ്യ് എടുത്ത് മാറ്റിയതായിരിക്കും ചേർക്കും. ഒരു ഇറച്ചിയുടെ സ്മെല്ല് ആ കറികൾക്ക് വരും, വീണ്ടും ടേസ്റ്റ് അവിടെയും കൂടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകാനുള്ളൊരു ടെക്നിക്കാണിത്. അത് ഉപ്പേരി പരിവായി. കോർക്കും പോർക്കും സെറ്റായി. നെയ്യ് ഒരുക്കുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നെയ്യ് ആ ഭാഗത്ത് ഇങ്ങനെ ഉരുകി വരും കേട്ടോ. നമുക്ക് എടുത്ത് മാറ്റാൻ കുറച്ച് സൗകര്യം ഉണ്ടാവും. കൂടുതൽ നേരം അടുപ്പത്ത് കിടക്കും തോറും അതങ്ങനെ വരും. പക്ഷേ ശരിക്കും കുട്ടികൾക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് ആവാനായിട്ട് കുറച്ച് നേരം കിടക്കുന്നത് നല്ലതാണ്. അത് വേണ്ടാത്തവർക്ക് അതെടുത്ത് മാറ്റാം, അതിൻ്റെ ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കുന്നത് അതിൻ്റെ നെയ്യ് കഴിക്കാനുള്ള ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഫുള്ളി സെറ്റായി കഴിഞ്ഞു. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ കഴിച്ചിട്ട് ഇത് ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലിടണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി അയച്ചു കൊടുക്കുക. ഇതുവരെ കാണാത്തവരെ, അതായത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.